ആദ്യ OTT അപ്ഡേറ്റ് തമിഴ് സിനിമ എന്നാണ്, ശബ്ദം എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഒരു തമിഴ് സിനിമയാണ്. ഒരു മിസ്റ്ററി അതുപോലെ തന്നെ ഒരു ഹൊറർ സിനിമയാണ്. സിനിമ നോക്കുകയാണെങ്കിൽ ആക്ച്വലി കണ്ടിരിക്കാൻ പറ്റിയൊരു പ്ലോട്ടാണ്. ഈ പടത്തിലെ പാട്ടൊക്കെ നല്ല ട്രെൻഡിങ് ആയിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ആ ടൈമിൽ. ഇപ്പോഴും ട്രെൻഡിങ് തന്നെയാണ് പല സമയങ്ങളിലായിട്ട്. എന്തായാലും നിലവിൽ നമ്മുടെ ZEE5 തമിഴിൽ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. അടുത്ത OTT അപ്ഡേറ്റ് റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന സിനിമേന്റെയാണ്. സണ്ണി വെയിന്, സൈജു കുറുപ്പ് എന്നിവർ അഭിനയിച്ച മലയാള സിനിമയാണ്. തിയേറ്ററുകളിൽ സിനിമ വിജയമാണോ ചോദിക്കുകയാണെങ്കിൽ വളരെ ആവറേജ് ആണ് റെസ്പോൺസ് പരിശോധിക്കുകയാണെങ്കിൽ. എന്തായാലും നമ്മുടെ മനോരമ മാക്സ് വഴി ഇപ്പം നിലവിൽ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട് March 20 മുതൽ. കണ്ടവരെന്തായാലും മറക്കാതെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യപ്പെടുക. അടുത്ത OTT അപ്ഡേറ്റ് രജിഷ വിജയൻ അഭിനയിച്ച നമ്മുടെ മസ്തിഷ്ക മരണം എന്ന സിനിമേന്റെയാണ്. തിയേറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുണ്ട്. എന്നാൽ പോലും സിനിമയ്ക്ക് വലിയൊരു വിജയത്തിലോട്ട് പോകാൻ സാധിച്ചില്ല. എന്തായാലും ഒരു സയന്റിഫിക് സിനിമയാണ്. UAR-A സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് ലഭിച്ചത്. 2 മണിക്കൂർ 25 മിനിറ്റൊക്കെയാണ് സിനിമ റൺ ടൈം. നെറ്റ്ഫ്ലിക്സ് ആണ് പടത്തിന്റെ OTT റൈറ്റ്സ് മേടിച്ച്. March 27 സിനിമ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് ഹോട്ട്സ്റ്റാർ സ്പെഷ്യലായിട്ട് പുറത്തിറങ്ങാൻ പോകുന്ന ഒരു സിനിമേന്റെയാണ്, അല്ലെങ്കിൽ ഒരു സീരീസ് ആണെന്ന് വേണം എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും നമുക്ക്. ഈ വരുന്ന March 27 നമ്മുടെ വിജയ് സേതുപതിന്റെ ഒരു സീരീസ് വരുന്നുണ്ട്, കാട്ടാൻ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും കാട്ടാൻ എന്ന് പറഞ്ഞ സിനിമ മലയാളം, തമിഴ് അങ്ങനെ ഒരുപാട് ഭാഷകളിലായിട്ടാണ് ജിയോ ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു തമിഴ് സിനിമേന്റെയാണ്, മായ ബിംബം എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. എന്തായാലും നമ്മുടെ സൺ നെക്സ്റ്റ് വഴിയാണ് ഈ ഒരു ഫീൽ ഗുഡ് തമിഴ് സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അതും March 27 സൺ നെക്സ്റ്റ് വഴി. കാത്തിരിക്കാൻ നമുക്ക് മായ ബിംബം എന്ന് പറഞ്ഞൊരു പ്രണയ സിനിമയ്ക്കായിട്ട് March 27. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് നമ്മുടെ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ്. ഈ വർഷം പുറത്തിറങ്ങിയ നമ്മുടെ വലത്ത് വശത്തെ കള്ളൻ എന്ന് പറഞ്ഞ സിനിമ വിജയമാണോ ചോദിക്കുകയാണെങ്കിൽ ഫ്ലോപ്പാണ്. പക്ഷേ സിനിമയ്ക്ക് ഈ ഒരു OTT ബിസിനസ് ഡീലൊക്കെ നല്ലൊരു പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ സിനിമ ഒരു പ്രോഫിറ്റ് ആണ്. എന്തായാലും March 27 മനോരമ മാക്സ് വഴി സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ബിജു മേനോൻ അതുപോലെ തന്നെ ജോ ജോർജ് അഭിനയിച്ച ഒരു സിനിമേന്റെ OTT റിലീസിനായിട്ട്. അടുത്ത OTT അപ്ഡേറ്റ് നമ്മുടെ അവതാർ ദ ഫയർ ആൻഡ് ആഷ് എന്ന സിനിമേന്റെയാണ്. സിനിമേന്റെ ഇംഗ്ലീഷ് പകർപ്പ് ഈ വരുന്ന March 31 നമ്മുടെ ആമസോൺ പ്രൈം വീഡിയോയിൽ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. 12 മണിക്ക് ശേഷം അവൈലബിൾ ആയിരിക്കും. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന സിനിമേന്റെ OTT റിലീസിനായിട്ട്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് ഓ റോമിയോ എന്ന് പറഞ്ഞ ബോളിവുഡ് സിനിമേന്റെയാണ്. ശ്രദ്ധ കപൂർ ഒക്കെ അഭിനയിച്ചൊരു അന്യഭാഷ ബോളിവുഡ് സിനിമയാണിത്. എന്തായാലും ആമസോൺ പ്രൈം വീഡിയോയിൽ ഈ വരുന്ന March 27 റെന്റ് ഫോർമാറ്റിൽ അവൈലബിൾ ആയിരിക്കും ഈ ഒരു പ്രണയ സിനിമ ഓ റോമിയോ എന്ന് പറഞ്ഞ സിനിമ. കാത്തിരിക്കാൻ നമുക്ക് ഈ വരുന്ന March 27 ആമസോൺ പ്രൈമിൽ ഈ ഒരു പ്രണയ സിനിമയ്ക്കായിട്ട്. വീണ്ടും ഒരു ബോളിവുഡ് സിനിമ തന്നെയാണ്, ബായ് അബി ഗർ ബറി ഹേ ഫൺ ദ റൺ, വലിയൊരു പേരാണ്. എന്തായാലും ഈ ഒരു ഹിന്ദി സിനിമ ഈ വരുന്ന April 3 ZEE5 OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഈ ഒരു ഹിന്ദി സിനിമേന്റെയും OTT റിലീസിനായിട്ട് April 3 പേര് വായിച്ചെടുക്കുമ്പോഴേക്കും എൻ്റെ വായ പോകും. അടുത്ത തായ്ക്കിളവി എന്ന് പറഞ്ഞ തമിഴ് സിനിമേന്റെയാണ്. എന്തായാലും സിനിമേന്റെ OTT റൈറ്റ്സ് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് മേടിച്ചത്. എന്തായാലും April 14 പടം OTT റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് തായ്ക്കിളവി എന്ന് പറഞ്ഞ തമിഴ് സിനിമേന്റെ. എന്തായാലും അത്യാവശ്യം നല്ലൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് നമ്മുടെ തായ്ക്കിളവി എന്ന് പറഞ്ഞ സിനിമ, നമ്മുടെ വിത്ത് ലവ് എന്ന സിനിമയ്ക്ക് ശേഷം തമിഴ് ബോക്സ് ഓഫീസിൽ. കാത്തിരിക്കാൻ നമുക്ക് April 14 പടത്തിന്റെ OTT റിലീസിനായിട്ട്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് നമ്മുടെ മാർവലിന്റെ ദ പണിഷർ എന്ന സിനിമേന്റെയാണ്, ദ ലാസ്റ്റ് കില്ല്. എന്തായാലും സിനിമേന്റെ OTT റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. സീരീസ് ഈ വരുന്ന May 12 സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത് Disney+ലൂടെ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ വഴി. കാത്തിരിക്കുന്ന ചെയ്യാം നമുക്ക്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് ദുരന്തർ സിനിമയുടെ 2ാം ഭാഗത്തിന്റെയാണ്. പടത്തിന്റെ OTT അവകാശം നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് മേടിച്ചത്. പടം ഈ വരുന്ന May മാസമാണ് OTT റിലീസ് ചെയ്യുന്നത്, May 14. എന്തായാലും മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് മൾട്ടി ലാംഗ്വേജസ് ആയിട്ടാണ് ഇപ്രാവശ്യം ജിയോ ഹോട്ട്സ്റ്റാർ വഴി സിനിമ OTT റിലീസ് ചെയ്യുന്നത്. സിനിമയുടെ ആദ്യ ഭാഗം നെറ്റ്ഫ്ലിക്സ് ആണെങ്കിൽ 2ാം ഭാഗം ജിയോ ഹോട്ട്സ്റ്റാർ ആണ് മേടിച്ചത് വലിയൊരു പൈസയ്ക്ക്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ ദുരന്തർ സിനിമയുടെ 2ാം ഭാഗത്തിന്റെ OTT റിലീസായിട്ട് May 14. എന്തായാലും സിനിമയ്ക്ക് നിലവിൽ ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് 1000 കോടി ക്ലബിലോട്ട് ഇന്നത്തോടെ സിനിമ ഒഫീഷ്യലായിട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ OTT സിനിമ വാർത്തകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ്.